ഞാനതൊക്കെ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഇനി സ്ത്രീ ചോദിച്ച സ്വാതന്ത്ര്യത്തിന്റെ പ്രസക്തിയിലോട്ട് നമുക്ക് ആഴമായിട്ട് ഇപ്പോൾ ഉള്ള ചുറ്റുപാടിൽ ഇറങ്ങാം. ഉണ്ടോ? നിങ്ങൾ പറയൂ പ്രേക്ഷകരെ. നിങ്ങളുടെ മകൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അമ്മുമ്മ, ശരി അമ്മുമ്മ വിടാം കാരണം പ്രായമായെന്ന് വയ്ക്കാം, ഇവര് 3 പേരും സ്വതന്ത്രമായിട്ട് അവരുടെ ഇഷ്ടത്തിന്, അവരൊരു കുഴപ്പക്കാരുമില്ല, സുഖമായിട്ട് അവരെ സ്വതന്ത്രമായിട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടമുള്ള പോലെ കേരളത്തിനകത്ത് മാത്രം, ഞാൻ വേറെ ഒരു സ്റ്റേറ്റും പറയണില്ല, കേരളത്തിനകത്ത് മാത്രം അവർക്കൊരു വണ്ടി ഓടിച്ചിട്ട് പുരുഷനുമായിട്ട് ഒരു ബന്ധവും പാടില്ല അതിനകത്ത്, അവർക്കൊരു സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമോ? ഒന്ന്. ഇനി ഇതേ സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് അവരവർ വിശ്വസിക്കുന്ന മതത്തിനകത്ത് കയറിയിട്ട് സംസാരിക്കാൻ കഴിയുമോ? 2, 3. ഈ സ്ത്രീകൾ പഠിച്ചു വന്ന, കാരണം അതാണ് ഞാൻ അമ്മുമ്മയെ വിടാൻ പറഞ്ഞത്. അമ്മയെ വയ്ക്കാം, ഭാര്യയെ വയ്ക്കാം, മകളെ വയ്ക്കാം. ഇവരെല്ലാവരും ഈ ഒരു 10-40 വർഷത്തിനകത്ത് പഠിച്ച് മുന്നോട്ട് വന്നവരാണ്. ഇവരാരെങ്കിലും ഈ 40 വർഷത്തിനകത്തുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വല്ലാത്ത മാറ്റമല്ലേ ഉണ്ടാക്കിയെന്ന് പറയണത്. അപ്പൊ അങ്ങനെ വന്ന ഇവർക്കാർക്കെങ്കിലും അവരവർ പഠിച്ച സ്ഥാപനത്തിൽ പോയിട്ട് തന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും തന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചും സംസാരിക്കാൻ സാധിക്കുമോ? അതായത് ഏറ്റവും ഉയർന്ന രീതിയിൽ സ്വതന്ത്രത്തോടെ. എനിക്ക് രാത്രി 12 മണിക്ക് യാത്ര ചെയ്യണമെന്നുണ്ട്, പക്ഷെ സേഫ്റ്റി ഇല്ല. എൻ്റെ അമ്മയ്ക്ക് രാത്രി 12 മണിക്ക് യാത്ര ചെയ്യണമെന്നുണ്ട്, സേഫ്റ്റി ഇല്ല. ഞാൻ ഇപ്പോഴും യാത്രയെ കുറിച്ചാണ് പറയണത്. അതാണ് കാരണം ഏറ്റവും എളുപ്പം പറയാം അതാണ്. യാത്ര വെറുതെ നിങ്ങൾ വണ്ടി ഓടിക്കുക, രാത്രി 12 മണിക്ക് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നു ഉറക്കം പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് വിചാരിച്ചു ഒന്ന് റിലാക്സ് ചെയ്യേ, ഒരു 10 കിലോമീറ്റർ ഈ പെൺകുട്ടിയൊക്കെ ഒന്ന്, അല്ലെങ്കിൽ അമ്മയ്ക്ക്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ മകൾക്ക് വേണ്ട, നല്ല സേഫ്റ്റി ഉണ്ടല്ലോ, ഒന്ന് പ്രകൃതിയെ ഒന്ന് കണ്ട് മടങ്ങി വരാം. അപ്പോൾ ഒന്ന് മനസ്സൊന്ന് തണുക്കും. കാരണം പ്രകൃതി തണുപ്പിക്കുന്നതിനേക്കാളും ഈ ഭൂലോകത്ത്, അതായത് മനുഷ്യര് ഇപ്പൊ ജീവൻ നിലനിൽക്കുന്ന സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എന്നെ ഈ പറയുന്ന നമ്മുടെ ഭൂമിയെ വിട്ടിട്ട് യൂണിവേഴ്സിലോട്ട് അങ്ങോട്ട് ഇറങ്ങണില്ല, അങ്ങോട്ട് ഇറങ്ങിയ ആശയമേ മാറിപ്പോകും. കാരണം എൻ്റെ വ്യൂ വേറെയാണ്. എന്നെ ഇതിനകത്ത് ഈ പ്രകൃതി, ഈ ഭൂമിക്കകത്ത് 12 മണിക്ക് ഒരു പെൺകുട്ടിക്ക് തോന്നുകയാണ് ഇല്ല, എന്തോ ഒരു മനസ്സിനൊരു വിഷമം, ഒന്ന് സ്യൂട്ടാവണില്ല, 10 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ അവൾ സുഹൃത്തിനെയും വിളിച്ച് ഒരു ഡ്രൈവിന് ഇറങ്ങുകയാണ്. സേഫ്റ്റി ആയിട്ട് ഡ്രൈവ് ചെയ്ത് അവളുടെ എൻജോയ്മെന്റ് കഴിഞ്ഞ് അവൾക്ക് തിരിച്ചു വന്ന് വീട്ടിൽ കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ റൂമിൽ കയറാൻ പറ്റുമോ? ഏതെങ്കിലും വീട് അതിന് അനുവദിക്കുമോ? ചിലപ്പോൾ നിങ്ങളുടെ ഒരു മകൻ പോയിട്ട് വന്നാൽ ചിലപ്പോൾ നിങ്ങൾ അനുവദിച്ചേക്കാം, അങ്ങനെ ഞാൻ പറയുള്ളൂ.